ഹായ് എവരി വൺ, ഫോറക്സ് ബേസിക്സിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഫോറക്സ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കറൻസി ട്രേഡുകൾ ചെയ്യാതെ തന്നെ പലരും ഒരു പ്രാവശ്യമെങ്കിലും ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. എങ്ങനെയെന്നല്ലേ? ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ നിന്നും ദുബായിലോട്ട് യാത്ര ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് 20,000 റുപ്പീസ് ഉണ്ട്. എന്നാൽ ദുബായിലെ ട്രാൻസാക്ഷനുകൾക്ക് INR സ്വീകരിക്കുന്നതല്ല. നിങ്ങളുടെ കൈവശമുള്ള 20,000 റുപ്പീസ് നിങ്ങൾ അറബ് എമിറേറ്റ്സ് ദിർഹംസുമായി എക്സ്ചേഞ്ച് ചെയ്യുന്നു. 20,000 INR ദിർഹംസുമായി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഇന്നത്തെ റേറ്റിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 858 ദിർഹംസ് ലഭിക്കും. ഈ നടന്നിരിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ തന്നെയാണ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് എ ഫോറക്സ് ട്രാൻസാക്ഷൻ. ഇനി നിങ്ങൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് US-ലോ UK-ലോ ഉള്ള ഒരു സെല്ലറുടെ കയ്യിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇതേ ട്രാൻസാക്ഷൻ തന്നെയാണ് നടക്കുന്നത്. ബട്ട് ഇറ്റ് ഹാപ്പൻ ഇലക്ട്രോണിക്കലി. സെൻട്രൽ ബാങ്കുകൾ അവരുടെ വിദേശ നാണ്യശേഖരം കൺട്രോൾ ചെയ്യുന്നതിനായി ബൾക്ക് എമൗണ്ട് ഓഫ് കറൻസീസ് സെൽ ആൻഡ് ബൈ ചെയ്യുന്നുണ്ടാവും. അതേപോലെ ട്രേഡ് സെറ്റിൽമെൻറ്റുകൾ. നമുക്കൊരു ഉദാഹരണത്തിന് ചൈന നോക്കാം. ചൈനയിൽ മൊബൈൽ ഫോണുകൾ വളരെ ചീപ്പായി നിർമ്മിക്കാൻ സാധിക്കുന്നു. എന്നാൽ അതേ ഫോണുകൾ നിർമ്മിക്കാൻ റഷ്യക്ക് അതിൻ്റെ ഇരട്ടിയോളം എക്സ്പെൻസ് ഉണ്ടാകും. സ്വാഭാവികമായും റഷ്യ ചൈനയിൽ നിന്നും മൊബൈൽ ഫോണുകൾ ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ചൈന പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് യുവാനിലായിരിക്കും. സോ റഷ്യ റൂബിളിനെ യുവാനിലോട്ട് കൺവേർട്ട് ചെയ്ത ശേഷമായിരിക്കും ചൈനയ്ക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത്. മാർക്കറ്റിൽ ഒരുപാട് കറൻസികളുണ്ട്, ലൈക്ക് യൂറോ, USD, യുവാൻ, റൂബിൾസ്. ബേസ്ഡ് ഓൺ ലിക്വിഡിറ്റി ആൻഡ് അതർ ഫാക്ടേഴ്സ് നമ്മളിതിനെ 3 ടൈപ്പായി തരംതിരിച്ചിട്ടുണ്ട്: മേജർ പേയേഴ്സ്, മൈനർ പേയേഴ്സ്, എക്സോട്ടിക് പേയേഴ്സ്. ഇതിലെ മേജർ പേയേഴ്സാണ് യൂറോ USD, GBP USD, USD JPY, NSD USD, AUD USD, USD CAD. GBP, JPY, യൂറോ എല്ലാം ബേസ് കറൻസിയായി വരുന്ന കറൻസികളെ നമ്മൾ മൈനർ കറൻസി എന്ന് വിളിക്കുന്നു. ലിക്വിഡിറ്റിയും വോളിയവും വളരെ കുറവുള്ള തുർക്കിഷ് യാറ, ആഫ്രിക്കൻ സാർ, മെക്സിക്കൻ പീസോ പോലുള്ള കറൻസികളെ നമ്മൾ എക്സോട്ടിക് കറൻസി എന്ന് വിളിക്കുന്നു. അടുത്തതായി നമുക്ക് ഒരു കറൻസി പെയർ എങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, യൂറോ അഗെയിൻസ്റ്റ് $, 1.1792. അതാണ് ഈ സമയത്തെ യൂറോ വേഴ്സ് $. എക്സ്ചേഞ്ച് റേറ്റ്. ദാറ്റ് മീൻസ് $1 is equal to 1.1792 euro. സോ ബേസ് കറൻസിയെ കോഡ് കറൻസിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. JPY പേഴ്സ് ഒഴികെയുള്ള എല്ലാ പേരുകളും ഡെസിമലിന് ശേഷം 4 ഡിജിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. JPY പേരുകൾക്ക് ഡെസിമലിന് ശേഷം 2 ഡിജിറ്റുകളും. കറൻസി പെയറിലുണ്ടാകുന്ന ഏറ്റവും മൈന്യൂട്ട് പ്രൈസ് ചേഞ്ചിനെയാണ് നമ്മൾ പിപ്പ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, യൂറോ മൂവ് ഫ്രം 1.1972 to 1.1973. ദിസ് ഈസ് എ 1 പിപ്പ് മൂവ്. ഇനി US ഡോളർ 1.1972 നിന്നും 1.1970 മൂവ് ചെയ്താൽ വി കോൾ ഇറ്റ് ആസ് 2 പിപ്പ് മൂവ്. ഫോറക്സിൽ ഏതൊരു ബ്രോക്കർ ആണെങ്കിലും നിങ്ങളൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് 2 പ്രൈസ് കാണിക്കുന്നുണ്ടാവും. ഒന്ന് ആസ്ക് പ്രൈസ് ആണ്, 2 ബിഡ് പ്രൈസ്. ആസ്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് അവൈലബിൾ പ്രൈസ് someone is ready to sell. ബിഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് അവൈലബിൾ പ്രൈസ് someone is ready to buy. ഫോർ എക്സാമ്പിൾ, യൂറോ US ഡോളറിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ ഒരു ബൈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഈ ബൈ ഓർഡർ പെയർ ആവുന്നത് നിയറസ്റ്റ് അവൈലബിൾ ട്രേഡർ ഹൂസ് റെഡി ടു സെൽ. ആ പ്രൈസ് ആയിരിക്കും നിങ്ങൾക്ക് ആസ്ക് പ്രൈസ് ആയിട്ട് കാണിക്കുന്നത്. അടുത്തതായി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് ഓർഡേഴ്സ്. നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പം ഒരുപാട് ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്, ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ്, മാർക്കറ്റ് എക്സിക്യൂഷൻ. മാർക്കറ്റ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ നിയറസ്റ്റ് അവൈലബിൾ പ്രൈസിലായിരിക്കും ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവുന്നത്. മാർക്കറ്റ് പ്രൈസിനേക്കാൾ മുകളിലാണ് നിങ്ങൾക്ക് സെൽ ചെയ്യേണ്ടതെങ്കിൽ ആ സമയത്ത് സെറ്റ് ചെയ്യുന്ന ഓർഡറുകളെ നമ്മൾ സെൽ ലിമിറ്റ് ഓർഡറുകൾ എന്ന് പറയുന്നു. ഇതേപോലെ മാർക്കറ്റ് പ്രൈസിന് താഴെയാണ് നിങ്ങൾക്ക് ബൈ ചെയ്യേണ്ടതെങ്കിൽ ആ സമയങ്ങളിൽ സെറ്റ് ചെയ്യുന്ന ഓർഡറുകൾ നമ്മൾ ബൈ ലിമിറ്റ് ഓർഡറുകൾ എന്ന് പറയുന്നു. ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ് ഓർഡറുകൾ പ്രധാനമായും പുൾ ബാക്ക് എൻട്രികൾക്കും ബൈ സ്റ്റോപ്സ് ആൻഡ് സെൽ സ്റ്റോപ്പ് ഓർഡറുകൾ പ്രധാനമായും ബ്രേക്ക്ഔട്ട് എൻട്രികൾക്കുമാണ് യൂസ് ചെയ്യുന്നത്. മാർക്കറ്റ് എക്സിക്യൂഷൻ ഓർഡേഴ്സുകൾ നിയറസ്റ്റ് അവൈലബിൾ പ്രൈസിലായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. എന്നാൽ ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്, ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ് ഓർഡറുകൾ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന പ്രൈസിൻ്റെ നിയറസ്റ്റ് അവൈലബിൾ പ്രൈസിലായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഓർഡറുകളാണ് പ്ലേസ് ചെയ്യുന്നത് തീരുമാനിച്ചതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടി സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ലോട്ട് സൈസ്. 3 ടൈപ്സ് ഓഫ് ലോട്ട്സ് ആണുള്ളത്: സ്റ്റാൻഡേർഡ് ലോട്ട്, മിനി ലോട്ട്, മൈക്രോ ലോട്ട്. സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞാൽ 1 lakh യൂണിറ്റ് ഓഫ് കറൻസിയാണ്. മിനി ലോട്ട് ഇസ് 10,000 ആൻഡ് മൈക്രോ ലോട്ട് ഇസ് 1,000. സ്റ്റാൻഡേർഡ് ലോട്ടിൽ 1 പിപ്പ് മൂവ്മെൻറ്റിന് $10, മിനി ലോട്ടിൽ 1 പിപ്പ് മൂവ്മെൻറ്റിന് $1, മൈക്രോ ലോട്ടിൽ 1 പിപ്പ് മൂവ്മെൻറ്റിന് $0.1 പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടാവുക. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എക്സാമ്പിളുകൾക്കും റെഫറൻസ് ആയി യൂറോ USD ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. GBP USD ആണെങ്കിലും പ്രൈസ് ചേഞ്ച് സെയിം ആയിരിക്കും. സോ ബേസ്ഡ് ഓൺ ദ കറൻസി യു ആർ ട്രേഡിംഗ് നിങ്ങളുടെ പ്രോഫിറ്റ് ഓർ ലോസിൽ ഡിഫറൻസ് ഉണ്ടായേക്കാം. ഐ ഹോപ്പ് യു ലേൺ സംതിങ് ന്യൂ ടുഡേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.